നിർതി 2025 ദേശീയ ഗോത്ര സാഹിത്യോത്സവത്തിലെ മിറ്റം വേദിയിലെ ഇന്നത്തെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുന്നു. ഗോത്ര സമ്പദ്ഘടന, പരാധീനതകൾ, പുതുസ്വാധ്യതകൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംവാദമാണ് ഇവിടെ നടക്കുന്നത്. സംവാദത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ ബാലൻ വനഗ്രാമം, ശ്രീ പ്രിമൽരാജ്, ശ്രീ ബാലകൃഷ്ണൻ കെ. സംവാദം നയിക്കുന്നത് ഡോക്ടർ ദീപ വി.കെ. 4 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ ബാലൻ വനഗ്രാമം പ്രശസ്ത കരകൗശല വിദഗ്ധനാണ്. വയനാട്ടിലെ ടൂറിസം മേഖലയിലെ നാഴികക്കല്ലായ എന്നൂർ പൈതൃക ഗ്രാമത്തിൽ ബാലൻസ് വനഗ്രാമം എന്ന സ്ഥാപനത്തിലൂടെ കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും നടത്തിവരുന്നു. ശ്രീ പ്രിമൽരാജ് പൈതൃക ഗ്രാമമായ എന്നൂർ പദ്ധതിയുടെ CEO ആണ്. ശ്രീ ബാലകൃഷ്ണൻ കെ. പൈതൃക ഗ്രാമമായ എന്നൂർ പദ്ധതിയുടെ സെക്രട്ടറിയാണ്, കൂടാതെ ഊരുമൂപ്പനും കൂടിയാണ്. ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ ദീപ വി.കെ. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു. തദ്ദേശീയ പരമ്പരാഗത വിജ്ഞാനം, ഭൗതിക സ്വത്തവകാശം തുടങ്ങിയ മേഖലയിൽ നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 4 പേരെയും ഒരിക്കൽ കൂടി ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും സുപ്രഭാതം. ഈ സെഷൻ എനിക്ക് കിട്ടിയിട്ടുള്ള സെഷൻ ഗോത്ര സമ്പദ്ഘടന, പരാധീനതകളും പുതുസാധ്യതകളും എന്ന വിഷയത്തിലാണ്. നമുക്കിവിടെ സംസാരിക്കാൻ വേണ്ടി 3 പേരാണുള്ളത്. അവരുടെ ആമുഖം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗോത്ര സമ്പദ്ഘടന എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള അതിലെ ആളുകൾ പൈതൃക ഗ്രാമം എന്ന പ്രത്യേക ചാരിറ്റബിൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് എൻ്റെ ചോദ്യങ്ങൾ ഞാൻ അവരുടെ മേഖലയിൽ ഒതുക്കുന്നതാണ്. ആദ്യമായി ചോദിക്കാനുള്ളത് പൈതൃക ഗ്രാമം CEO പ്രിമൽരാജിനോടാണ്. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി ഒരു കമ്പോള നിലവാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ചുറ്റിലുള്ളത്. പക്ഷേ എന്ന് വെച്ചാൽ ആദിവാസി ഗോത്ര സമ്പദ്ഘടന നമുക്കറിയാം കമ്പോളവൽക്കരണത്തിൽ നിന്ന് കുറച്ച് അത്രത്തോളം കമ്പോളവൽക്കരണം ഇനിയും വന്നു ചേർന്നിട്ടില്ലാത്ത ഒരു മേഖലയാണ്. പക്ഷേ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ടൂറിസവും പട്ടികജാതി വികസന വകുപ്പ് കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു പൈതൃകം എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആളുകളായതുകൊണ്ട് ടൂറിസം നമുക്കറിയാം ഒരു കമ്പോള നിലവാരത്തിലേക്ക്, ഗോത്ര സംസ്കാരമല്ല സമ്പദ്ഘടന ഒരു കമ്പോള നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് അതിലെ പ്രധാന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതാണ് ആദ്യത്തെ എൻ്റെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എന്നൂർ ഗോത്രപൈതൃക ഗ്രാമത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ ആമുഖത്തിലൂടെ തന്നെ തുടങ്ങാം. കേരള സർക്കാരിൻ്റെ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ചാരിറ്റബിൾ സൊസൈറ്റി, എന്നൂർ ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ ലക്കിടി വെറ്റിനറി യൂണിവേഴ്സിറ്റിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്റ്റ് പട്ടികവർഗ വികസന വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്തമായ സഹായത്തോടെ ഏകദേശം
10 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു പ്രൊജക്റ്റാണ്. ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്ന് പൈതൃകം, ജീവനോപാധി, അതുപോലെ തന്നെ ശാക്തീകരണം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ നിലവിൽ സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഈ സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ്, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട സബ് കളക്ടർ മാനന്തവാടിയാണ്. സൊസൈറ്റിക്ക് 30 അംഗ ജനറൽ ബോഡിയുണ്ട്. പൈത്തിരി പൊഴുതന ഗ്രാമപഞ്ചായത്തിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ നിന്നും നിലവിലുള്ള ഊരുമൂപ്പന്മാരടങ്ങുന്ന ഏകദേശം 30ഓളം ജനറൽ ബോഡി മെമ്പേഴ്സാണ് ഇതിലെ അംഗങ്ങൾ. ഈ ജനറൽ ബോഡിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണസമിതിയുമുണ്ട്. ഭരണസമിതിക്ക് ഒരു സെക്രട്ടറി ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, അതുകൂടാതെ ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്. കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് ടീം, നമ്മുടെ സേവനങ്ങൾ നൽകുന്ന ജീവനക്കാർ, ഗുണഭോക്താക്കൾ. പ്രധാനമായും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശങ്ങൾ, അവിടെ ഏകദേശം 43ഓളം ജീവനക്കാർ, പൂർണ്ണമായും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കലാരൂപങ്ങളും അതുപോലെ തന്നെ വിവിധ ഹാൻഡിക്രാഫ്റ്റുകൾ, വിവിധ കടകൾ, സ്ഥാപനങ്ങൾ, ജീപ്പ്, ഷട്ടിൽ സർവീസ് സേവനങ്ങളൊക്കെ നടത്തുന്ന എല്ലാ ആളുകളെയും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ ഏകദേശം ഒരു 100 പേർക്ക് അടുത്ത് നേരിട്ട് തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം. വയനാട് ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നൊക്കെ ഉള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ധാരാളം സന്ദർശകർ അവിടെ എത്തിച്ചേരുകയും വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്, സുഗന്ധഗിരി കുന്നുകളിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ്, മൂടൽ മഞ്ഞ് ലഭിക്കുന്ന പ്രദേശമാണ്. വരുന്ന സന്ദർശകർക്ക് ഒരു ട്രൈബൽ രീതിയിലുള്ള നിർമ്മാണങ്ങളൊക്കെ അവിടെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. കലാരൂപങ്ങൾ, അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ടുള്ള ഫുഡുകൾ, ട്രൈബൽ മെഡിസിൻസ്, ഹാൻഡിക്രാഫ്റ്റ്, വിവിധ തലത്തിലുള്ള പരിപാടികൾ, നമുക്ക് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ഹെറിറ്റേജ് പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥാപനം. ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനം. ട്രൈബൽ ഇന്നത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ, ട്രൈബൽ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് ഏകദേശം നമ്മുടെ ജീവനക്കാരിൽ അല്ലെങ്കിൽ അവിടെ നേരിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ ഒരു 97% ആളുകളും യുവജനങ്ങളാണ്, ചെറുപ്പക്കാരാണ്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അടുത്ത എൻ്റെ ചോദ്യം കെ ബാലകൃഷ്ണൻ സാറിനോടാണ്. ഇതിലിപ്പം വയനാടിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ സൊസൈറ്റി ഒരു എല്ലാ ഗോത്ര വിഭാഗത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണോ? എങ്ങനെയാണ് ഇതിൽ അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതും അത് വിഭജിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം സാധ്യമാക്കുന്നതും? നമസ്കാരം. മാഡം ചോദിച്ച ചോദ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ ഇവിടെ ഗോത്ര സമ്പത്ത്, അതിൻ്റെ പരാധീനതകൾ 2 വിഷയമാണ്. ഞാനൊരു ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നും വന്നിട്ടുള്ളൊരു ഊരുമൂപ്പൻ എന്ന നിലയിൽ എനിക്കതുകൂടി ഇവിടെ പറയാതെ വയ്യ. ഞാൻ അവിടെ നിന്നാണ് എന്നൂരിലേക്ക് സെക്രട്ടറി ആയിട്ട് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ
മാഡം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ CEO ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 7 തരത്തിലുള്ള വയനാട് ജില്ലയിലുള്ള ഗോത്ര വിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വയനാട് ജില്ലയിലുള്ള ഊരുകളിൽ എത്ര ഗോത്ര വിഭാഗങ്ങളുണ്ടോ അത്രയും ഗോത്ര വിഭാഗങ്ങളുടെ അവരുടെ ഊരുകളിൽ അവരുടെ ഭാഷ, അവരുടെ വസ്ത്രധാരണം, അവരുടെ ഭക്ഷണം, അവരുടെ ജീവിത രീതി, ഇതൊക്കെ നേരിട്ട് മനസ്സിലാക്കി പഠനം നടത്തിയതിൻ്റെ ഭാഗമായി എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ഒരു വേറിട്ടൊരു കാഴ്ച എന്നൂർ ഗോത്ര പൈതൃകത്തിൽ കാണാം. ഇവിടെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഗോത്ര വിഭാഗങ്ങളുടെ പരാധീനതകളാണ്. പരാധീനതകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പരാധീനതകൾ ഏറെയാണ്. പരാധീനതകൾ എന്ന് പറയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് പരാധീനതകളല്ലേ? ഇപ്പോഴും അവർ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ പഴയതിനെക്കുറിച്ച് മെച്ചം വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഭാഷയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അവർക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് അതാണ്. നമുക്കറിയാം, ഇന്ന് സർക്കാർ പല തരങ്ങളിലൊക്കെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഫോറസ്റ്റിലും പോലീസിലും അതുപോലെ എക്സൈസിലും ഒക്കെ തന്നെ ഉദ്യോഗാർത്ഥികളെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ മാറ്റമാണ്. ഇങ്ങനെയുള്ള മാറ്റം പടിപടിയായി കൊണ്ടുവന്നാൽ ഇത്തരത്തിലുള്ള സമൂഹങ്ങളെ ഒരു പരിധിവരെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിയും. അതുമാത്രമല്ല, അവരുടെ പാരമ്പര്യമായിട്ടുള്ള കഴിവുകളെ, അവർ കൊട്ട നെയ്യുന്ന ആളുകളുണ്ടാവാം, പാരമ്പര്യമായിട്ടുള്ള കലകൾ ചെയ്യുന്ന ആളുകളുണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള കഴിവുകളെ, പച്ചമരുന്ന്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് ഉണ്ടെങ്കിൽ കൂടെ ഇത് പ്രാവർത്തികമായി വരുന്നില്ല. ഒരു പച്ചമരുന്ന് ഉണ്ടാക്കുന്ന ഒരു വൈദികൻ അത് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് മറ്റ് വിഭാഗങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമില്ല. ആ സംവിധാനം കൂടി നമ്മൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിപാടിക്ക് കുറച്ചുകൂടി ഭംഗിയാവും. രണ്ടാമത്തെ കാര്യം, ഒരു കൊട്ട നെയ്യുന്ന അല്ലെങ്കിൽ ഒരു മുള കൊണ്ടൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്, അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി കണ്ടിങ്ങനെ ഇരിക്കുക. പക്ഷെ വേറൊരാൾ പഠിക്കാൻ അതിനുള്ള സാഹചര്യങ്ങളില്ല. അതുപോലെ എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്ന് അറിയില്ല. സ്കൂളിൽ പോയാൽ പഠിക്കും, സ്കൂളിൽ എന്തിനാ പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോഴും അറിയാത്ത ഗോത്ര കുടുംബങ്ങളുണ്ട്. ഇതൊക്കെ സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗാഢമായി ചിന്തിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പല കാര്യങ്ങളും പല പദ്ധതികളും നമുക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഗോത്ര വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോത്ര വിഭാഗങ്ങളുടെ പരാധീനകൾ, അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പാരമ്പര്യമായിട്ടുള്ള കലകളും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് കോർത്തിണക്കൊണ്ടാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കുറുമ, കാട്ടുനായ്ക്ക, കുറിച്യ, പണിയ, അടിയ, മുള്ളക്കുറുമ, കുറുമ, ഇങ്ങനെ 7 തരത്തിലുള്ള
വിഭാഗങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. ഇവരെ എല്ലാവരെയും ഒരുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുള്ള ജീവിത രീതിയും ഭക്ഷണവും കലകളും ഒക്കെ തന്നെയുണ്ട്. വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും അത് അവിടെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും ഇതിനകത്തുണ്ടാവും എന്നാണ് ഈ ചോദ്യത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ കെ ദാമോദരൻ ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഭാഷ കൈകാര്യം ചെയ്തതിൽ നിന്ന് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് നേടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ ചില വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അത് എളുപ്പത്തിൽ സാധ്യമാവുന്നുണ്ട്. പാരമ്പര്യമായ ഒരു അവരുടെ ചുറ്റുപാട് കൊണ്ട് അത് സാധ്യമായി വരുന്നുണ്ട്. പക്ഷേ ചില വിഭാഗങ്ങൾക്ക് ഇപ്പോഴും അത് സാധ്യമായി വരുന്നില്ല. ഒന്നാമത് അവരുടെ ഭാഷ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റാത്തുള്ള പ്രശ്നങ്ങൾ, അതിൽ ഒരു പട്ടിക ജാതി വികസനത്തിനോട് ബന്ധപ്പെട്ട് പ്രിമൽരാജ് നടത്തി വരുന്ന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ചെയ്യാനാവുന്നുള്ളതാണ്. ഇപ്പം സ്കൂളിൽ അവർക്ക് എങ്ങനെയാണ് മലയാളം കൈകാര്യം ചെയ്യാൻ അവർക്ക് അവരുടെ സംസാര ഭാഷ വിട്ട് മലയാളത്തിലേക്ക് കുറച്ചും കൂടി ഊന്നൽ നൽകിക്കൊണ്ട് അവർക്ക് ഉള്ള ഒരു വിദ്യാഭ്യാസം എങ്ങനെ സാധ്യമാക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എന്നൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, നമുക്കൊരു ഹെറിറ്റേജ് സംരക്ഷണം ഉണ്ട്. എന്നൂരിൻ്റെ ബൈലോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗോത്ര ആചാര രീതികളും അതുപോലെ തന്നെയുള്ള ഗോത്രപരമായിട്ടുള്ള കലകൾ ഇവയൊക്കെ സംരക്ഷിക്കുകയും അപ്പോൾ ഭാവി തലമുറയ്ക്ക് അത് മനസ്സിലാക്കുവാനും പഠിക്കാവുന്ന തരത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുവാനുള്ള ഓഡിയോ വിഷ്വലായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാനുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യം തന്നെയാണ്. കെറ്റാർട്സിൻ്റെ തന്നെ സഹായത്തോടു കൂടി നമ്മൾ വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് വയനാട് ജില്ലയിലെ ഗോത്ര വിഭാഗത്തിലെ ആളുകൾ താമസിച്ചിരുന്ന മാതൃകയിലുള്ള കുടിലുകൾ എന്നൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. ആ കുടിലുകളിൽ ചെറിയ തരത്തിലുള്ള ഒരു മ്യൂസിയം കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമം നടത്തി വരികയാണ്. ഈ ഭാഷ ഒരു ഓഡിയോ വിഷ്വലായിട്ട് തന്നെ ഭാഷയും ആചാര രീതികളും ഒക്കെ വരുന്ന ആളുകൾക്ക് കാണുവാനും അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ള ഒരവസരം ഞങ്ങൾ വരുന്ന ഭാവിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നൂരിൻ്റെ ആംഫി തിയേറ്ററിൽ തന്നെ നമുക്കൊരു ഓപ്പൺ എയർ സ്റ്റേജുണ്ട്. അവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മുഖേന വിവിധ തരത്തിലുള്ള കഥകൾ, ഭാഷകൾ ഇവയൊക്കെ ആളുകൾക്ക് നേരിട്ട് ലൈവായിട്ട് തന്നെ കണ്ട് പ്രദർശിപ്പിച്ച് അത് മനസ്സിലാക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് എന്നൂരിൽ വിവിധ തരത്തിലുള്ള കടകൾ പ്രവർത്തിക്കുന്നുണ്ട്, സ്റ്റാളെന്ന് പറയും. ആ സ്റ്റാളിൽ നടത്തുന്ന ഗുണഭോക്താക്കളെല്ലാവരും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഉദാഹരണത്തിന് നമുക്ക് ട്രഡീഷണൽ വംശീയ വൈദ്യം നടത്തുന്ന വൈദ്യൻ്റെ കടയുണ്ട്. അതുപോലെ തന്നെ ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ട്. തിരുനെല്ലി എന്ന സ്ഥലത്ത് നിന്ന് കുടുംബശ്രീ കഫറ്റീരിയ പ്രവർത്തിക്കുന്നുണ്ട് ട്രൈബൽ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണം, മരുന്ന്, ഭാഷ, കലാരൂപങ്ങൾ ഇവയൊക്കെ കാണുവാനും ആസ്വദിക്കുവാനും വരുന്ന സന്ദർശകർക്ക് ഒരവസരം ഒരുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് എന്നൂർ. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി തന്നെ നമ്മൾ നടത്തി വരികയാണ്. ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മാഡം ഇവിടെ സൂചിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം ഞങ്ങളിവിടെ കഴിഞ്ഞ വട്ടം തന്നെ കിട്ടാട്സ് വന്നപ്പം തന്നെ സംസാരിച്ചിരുന്നു.
നമുക്ക് ഒരു ഗോത്ര ഭാഷയും അതുപോലെ തന്നെ ബുക്സും ഗോത്ര കഥകളും ഒക്കെ ഉള്ള ഒരു ലൈബ്രറി സെറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ വരുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കുവാനുള്ള ഒരു വേദി, അതിനുള്ള സ്ഥലം ഒക്കെ നിലവിലവിടെ അവൈലബിൾ ആണ്. അതെല്ലാം ഘട്ടം ഘട്ടമായി തന്നെ സൊസൈറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരികയാണ്. അടുത്ത ചോദ്യം ബാലൻസ് വനഗ്രാമം. ബാലൻസ് വനഗ്രാമം ഒരുപാട് കൃഷി രീതി സംയോജിപ്പിച്ചുകൊണ്ട്, കലാരൂപങ്ങളും കൃഷി രീതികളും സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനം സാധ്യമാക്കുന്നുണ്ട്. അപ്പം കൃഷി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരമ്പരാഗതമായി ഗോത്ര വിഭാഗം ഒരുപാട് മെഡിസിനൽ മൂല്യമുള്ള ഒരുപാട് കൃഷി റൈസ് വെറൈറ്റി ഉപയോഗിച്ച് വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴെങ്ങനെയാണ് അതേ രീതിയിലുള്ള ഒരു കൃഷി സംസ്കാരമാണോ പിന്തുടരുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് കൃഷി മേഖലയിൽ ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത്? അതെങ്ങനെയാണ് നിങ്ങളുടെ ഈ പൈതൃക ഈ സംഘടനയായിട്ട് നിങ്ങൾ കോർത്തിണ പോകുന്നത്? നമസ്കാരം. കൃഷി പഴയ രീതിയിലെ കൃഷികൾ വളരെ കുറവാണ്. ഇപ്പോൾ പുതിയ പുതിയ കൃഷി രീതികളാണ് ആളുകൾ ചെയ്യുന്നുണ്ട്. പഴയ കൃഷികൾ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഉണ്ടാകുന്ന ഉപജീവന മാർഗം നടത്താനുള്ള വരുമാനം നമുക്കത് കിട്ടാറില്ല. കാരണം പഴയ ആദ്യകാലങ്ങളിലെ നെൽകൃഷികളാണ്. നെല്ല്, മുത്താറി, ഈ ചോളം, കാക്കച്ചോളം, മണിച്ചോളം, അങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം വളരെ കുറവാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനത് ഈ വർഷം കൃഷി ചെയ്യാറുണ്ട്. അത് ഉണ്ടാക്കിയിട്ട് നിലവിൽ എന്നൂരിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ലാതെ തന്നെ നമുക്ക് സ്വന്തമായി കൃഷി ചെയ്ത് ആരോടും ചൂഷണം നേരിടാതെ നമുക്ക് കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് എന്നൂരുള്ള അതൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ പുതിയ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാഴ, പാവൽ, അങ്ങനെ പിന്നെ കൃഷികളാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം മുമ്പ് സംസ്ഥാനത്തിൽ ഒരു അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അത് പാവൽ കൃഷിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ രീതിയിൽ പാവൽ കൃഷി ചെയ്ത് ഗ്രാമം എന്ന നിലയ്ക്ക് ഞങ്ങൾക്കാണ് അവാർഡ് തന്നിരിക്കുന്നത്. ഇപ്പം കൃഷിയിലേക്ക് ഇറങ്ങി വരാൻ വളരെ ആളുകൾ, ചെറുപ്പക്കാർ കുറവാണ്. പഴയ ആളുകൾ തന്നെയാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ കൃഷിയിലേക്ക് ഇപ്പം വളരെ കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ കൃഷിയിൽ കുറവെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൃഷി നട്ട് കഴിഞ്ഞാൽ കാലാവസ്ഥ അനുയോജ്യമായല്ലെങ്കിൽ നമ്മളത് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വർഷത്തെ വളർച്ച പോയി. അപ്പോൾ അവർ വേറെ ഒരു മേഖല, തൊഴിൽ മേഖല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൃഷി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യണം. അത് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനുള്ള സ്റ്റോറേജൊന്നും നമുക്കില്ല. നമുക്ക് ആകെ ഉള്ളത് പ്രകൃതിയാണ്. പ്രകൃതി വെയിലുണ്ടെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം, മഴയായാൽ പോയി. അപ്പം നമ്മളെ കാലാവസ്ഥയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കിട്ടും, കിട്ടാതിരിക്കാം. അത് അന്നേരം മാത്രമേ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഇത് റെഡി എന്ന് നമുക്ക് 100% പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉണക്കാനുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്കത് ആ കൃഷിയെ പൂർണ്ണമായി നമുക്ക് കൃഷി ചെയ്ത് അത് ഉണക്കി സൂക്ഷിച്ച് വെക്ക് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും. പക്ഷെ നമുക്കതിപ്പോൾ പറ്റില്ല. ഇപ്പോൾ നഷ്ടമെന്ന് വെച്ചാൽ നഷ്ടമാണ്. കൃഷി ഉണ്ടോയെന്ന് കൃഷിയുണ്ട്, കൃഷി ചെയ്യും. പക്ഷേ കൃഷി എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത്, എനിക്ക് കൃഷിയുള്ളതാണ്. ഞാൻ 2 നെൽകൃഷി ചെയ്യുന്ന ആളാണ്. മഴക്കാലം വേനൽക്കാലം ചെയ്യും. അത് കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം ഞാൻ ചെയ്താൽ മാത്രമേ എൻ്റെ കുട്ടികൾക്ക് അത് കാണാൻ കഴിയുള്ളൂ, അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കൃഷി തനത് നെൽകൃഷി നിർത്തിക്കൊണ്ട് തന്നെ നമ്മളതിൽ ഉപജീവന മാർഗം നടത്തുന്നതാണ്. അതും മാർക്കറ്റ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിരുന്ന പോലെ എന്നൂരാണ്. പിന്നെ ഉള്ളത് നമുക്ക് കരകൗശലമാണ്. പക്ഷേ കരകൗശലം എന്ന് പറയുന്നത് നമ്മളത് ഉണ്ടാക്കുമ്പോഴും നമുക്കതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും നമുക്കത് ഈ കരകൗശലം ഉണ്ടാക്കിയിട്ട് അതിനുള്ള പിന്നെ മെറ്റീരിയൽ സാധനങ്ങളൊക്കെ കിട്ടൽ കുറവാണെന്നല്ല, സാധനങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിൽ പിന്നെ മെഷീനറി സാധനങ്ങളൊക്കെ വേണം. ഇപ്പം കൈ കൊണ്ട് തന്നെ ഊഞ്ഞിട്ട് ഒരു ചെറിയ കൊട്ടയ്ക്ക് ഇത്ര പൈസ തന്നെ ആളുകൾ വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ മെഷീനറി എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിൽ പിടിച്ചു കയറും. എല്ലാവർക്കും എല്ലാ കഴിവുണ്ട്. എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. കാരണം
പോയിട്ട് കാര്യമില്ല, ട്രെയിനിങ് കിട്ടും, അവിടെ നിന്ന് കുറേ ചായ കിട്ടും, കുടിക്കും, വരും, അപ്പോൾ റെഡി, നിങ്ങൾ ഉഷാറാന്ന് പറയും. അത് മാത്രമാണ് നമുക്ക് എന്താക്കുന്നത്. നിലവിൽ മിക്ക ട്രെയിനിങ്ങുകൾ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറില്ല. കാരണം ഓക്കെ, ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ഭാവി തലമുറയ്ക്ക് നിങ്ങളത് ചെയ്ത് കുറച്ച് മുന്നിൽ എത്തണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിനുള്ള സൗകര്യം ചെയ്തു തരാൻ നമുക്ക് വളരെ കുറവാണ്. ഇതിലിപ്പം നമ്മൾ പൈതൃക കലാഗ്രാമം പുതുതലമുറയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പോഴും അറിയുന്ന ഒരു കാര്യം, ട്രഡീഷണൽ മെഡിസിൻ ആയാലും മറ്റ് കലാരൂപങ്ങളായാലും പുതുതലമുറ ഒരുപാട് അതിന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കാരണങ്ങളിപ്പം ബാലൻസ് വനഗ്രാമം പറഞ്ഞതുപോലെ ഇതിന് ഒരു തരത്തിലുള്ള ജീവിത ഉപാധിയായിട്ട് കണക്കാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ തരത്തിലുള്ള ഈ മെഡിസിനൽ പാരമ്പര്യ മെഡിസിനൽ അറിവായാലും അവരുടെ അതനുസരിച്ചിട്ടുള്ള പ്രാക്ടീസ് ആയാലും എന്ത് തരത്തിലുള്ള കലാരൂപത്തിൻ്റെ ഒരു അറിവായാലും ഇത് നഷ്ടപ്പെടുത്താതെ എങ്ങനെയാണ് ഈ പുതുതലമുറകൾ നമ്മൾ ഇതിൽ യോജിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേസമയം അവരിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവർക്ക് എന്തൊക്കെ സാധ്യത കാണാനുള്ളത്? എന്നൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻ്റാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെയും അതുപോലെ തന്നെ ഗോത്ര അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിയുന്ന ആളുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. എന്നൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ട്രൈബൽ മാർക്കറ്റ് എന്ന് പറയും. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അല്ലെ മരുന്നുകൾ, സാധന സാമഗ്രികൾ ഒക്കെ പ്രദർശിപ്പിക്കുവാനും വിൽക്കുവാനുമുള്ള അവസരം എന്നൂരിൽ ഒരുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു 15ഓളം കടമുറികൾ നമുക്ക് ട്രൈബൽ മാർക്കറ്റ് ഏരിയയിലുണ്ട്. അത് പൂർണ്ണമായിട്ടും പട്ടികവർഗ വിഭാഗത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിതെല്ലാം പരസ്യത്തിലൂടെ ആണ് അപേക്ഷ ക്ഷണിക്കുകയും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ട്രൈബൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു സ്റ്റോളിലേക്കാണ് നമ്മൾ പരസ്യം ഇടുന്നുണ്ടെങ്കിൽ ആ പരസ്യം ഇടുകയും അതിലേക്ക് അപേക്ഷ ക്ഷണിക്കുകയും ആ അപേക്ഷ കിട്ടുന്നതിന് മുറയ്ക്ക് അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്ത് കടമുറികൾ ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോ സെഗ്മെൻ്റായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ട്രൈബൽ മെഡിസിൻ, ട്രഡീഷണൽ ഫുഡ്, ഹാൻഡിക്രാഫ്റ്റ്, അങ്ങനെയുള്ള വിവിധ മേഖലകളുണ്ട്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ഇത് പട്ടികവർഗ വിഭാഗത്തിലെ വ്യക്തികൾക്ക് അപേക്ഷിക്കാം. കൂടാതെ സഹകരണ സംഘങ്ങൾ, സൊസൈറ്റികൾ, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ ഇവരൊക്കെ അപേക്ഷിക്കുകയും വിവിധ തരത്തിലുള്ള യൂണിറ്റുകൾ നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു കട അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയദർശിനി ടീ എസ്റ്റേറ്റിൻ്റെ കട പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സുഗന്ധഗിരി സൊസൈറ്റിയുടെ കടകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഗ്രൂപ്പുകൾ, വ്യക്തികൾ, സൊസൈറ്റികൾ, സ്ഥാപനങ്ങൾ ഇവർക്കൊക്കെ ഇതിവിടെ പ്രദർശിപ്പിക്കുവാനുള്ള അവസരമുണ്ട്. ഇനിയിപ്പോൾ ഒരു കടമുറി അവിടെ വാടകയ്ക്ക് എടുത്ത് പ്രവർത്തിക്കാനുള്ള സാമ്പത്തിക ഒരു ശേഷി ഇല്ലെങ്കിൽ തന്നെ അവിടെ നമുക്ക് നിലവിൽ എക്സിബിഷൻ ഹാൾ ഉണ്ട്. ഒരു ഗോത്ര ഉൽപ്പന്നം നിർമ്മിക്കുന്ന ആൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരു മാസം ഏറ്റവും ചെറിയൊരു വാടകയ്ക്ക് 1000 രൂപ വാടകയ്ക്ക് എക്സിബിഷൻ ഹാളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ച് വരുന്ന സന്ദർശകരെ അത് കാണിച്ച് വിൽക്കുവാനുള്ള ഒരവസരവും എന്നൂരിൽ ഒരുക്കുന്നുണ്ട്. ഇപ്പം മാഡം ഇവിടെ സൂചിപ്പിച്ച ട്രൈബൽ മെഡിസിൻ്റെ ഒരു സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൃഷ്ണൻ വൈദ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൃഷ്ണൻ വൈദ്യൻ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ സ്റ്റാള് നടത്തുന്നുണ്ട്. അതുകൂടാതെ എക്സിബിഷൻ ഹാളിലും അദ്ദേഹത്തിന് ഒരു പ്രോഡക്റ്റ് എക്സിബിറ്റ് ഏരിയ ഉണ്ട്. ഈ രണ്ട് ഏരിയയിലുമായിട്ടും വൈദ്യനെ കൂടാതെ 2 ജീവനക്കാരനെ കൂടി, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 2 ജീവനക്കാരെ കൂടി നിയമിച്ച് അഡീഷണലായിട്ട് ഒരു 2 പേർക്ക് കൂടി ജോലി കൊടുക്കാൻ ആ ട്രൈബൽ മെഡിസിൻ നടത്തുന്ന കൃഷ്ണ വൈദ്യന് സാധിക്കുന്നുണ്ട്. വളരെയധികം തിരക്കുള്ളൊരു സ്റ്റോളാണ്. ധാരാളം സന്ദർശകരവിടെ എത്തുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ധാരാളം സന്ദർശകർ എത്തുന്നുണ്ട്. അവർക്കെല്ലാവർക്കും
ഈ ട്രഡീഷണൽ മെഡിസിൻ മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെയാണ് അവിടെ അത് പ്രസൻറ്റേഷൻ ചെയ്തിട്ടുള്ളത്. ഓരോ പ്രൊഡക്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസും അവിടെ ലൈവായിട്ട് അത് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും എല്ലാവരും അവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അവിടുന്ന് ഡയറക്റ്റായിട്ട് ഈ മെഡിസിൻസ് വാങ്ങിക്കാം, വൈദ്യൻ്റെ സേവനം അവിടെ കിട്ടും. ആർക്കെങ്കിലും ആ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള കൊറിയർ സേവനം വരെ കടകളിൽ നിലവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം ശ്രീ കെ ബാലകൃഷ്ണൻ സാറിനോടാണ്. വയനാട്ടിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ പല കേരളത്തിൻ്റെ പല പ്രദേശത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഗോത്ര ജനതയുടെ പാരമ്പര്യ ജീവിതത്തെയും പാരമ്പര്യ സംസ്കാരത്തെയും എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും ഗോത്ര വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കടന്നുകയറ്റം നല്ലതിനുണ്ട്, എന്നാൽ അല്ലാത്തതുണ്ട്. കടന്നുകയറ്റം എന്ന് പറയുന്നത് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു സംരക്ഷണമുണ്ടെങ്കിൽ കൂടെ, എന്നാൽ അത് ഇല്ലാതെയും പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഗോത്ര സമൂഹങ്ങളിൽ എന്ന് പറയുന്നത് അവർ മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കാതലായ വശം. പക്ഷെ അതിനകത്ത് നല്ലതുമുണ്ട്, ചീത്തയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ അവരെയൊക്കെ ഇവിടുന്ന് ആളുകൾ, പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് കൊടക് ജില്ലകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ജോലി ചെയ്യിപ്പിക്കുകയും, നമ്മൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ വായിക്കാം, അവർ പീഡനം അനുഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിച്ചിട്ടുണ്ടാകാം. എന്നാൽ നല്ല ആളുകളുണ്ട്, കൊണ്ടുപോയിട്ട് അവിടെ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യിപ്പിച്ച് അവിടെ ഒരു ഉപജീവന മാർഗമാക്കി തരുന്നവരുണ്ട്. ഇത് കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണ്. അവർ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണ്. ലഹരി ഇപ്പം നമുക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ വായിക്കുന്നത് നമുക്കറിയാം. ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ലഹരി കടത്തി എന്ന് പറഞ്ഞിട്ട് പിടിച്ചത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആദിവാസികൾ ലഹരിക്ക് അടിമയാണ്. എങ്ങനെയെങ്കിലും സംഭവിക്കുന്നു. കടന്നുകയറ്റം എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ ഒരാളെ കടന്നു കയറുക എന്നുള്ളതല്ല, അത് ഒരു എന്താ പറയുക, ഒരു നിശ്ചലമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കാനായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, പുറത്തുനിന്നുള്ള കാര്യങ്ങളിലൂടെയാണത് വരുന്നത്. ഒരു ആദിവാസി വയനാട് ജില്ലയ്ക്കകത്ത് മാത്രം കുറിച്ച വിഭാഗത്തിൽപ്പെട്ടതായാലും പണി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളായാലും പുറം ജില്ലകളിൽ കുറവാണ്. ഈ പുറത്തുനിന്നുള്ള സാധനം എങ്ങനെ ഇവിടെ എത്തുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ കടന്നുകയറ്റം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ക്ലാസ്സുകൾ, വ്യക്തമായ ധാരണകൾ, ഇതൊക്കെ അവരിലൊരു ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അവരെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ വേണം. വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാൾ ഒരു കാര്യം വന്ന് പറയുമ്പോൾ അത് നല്ലതാണോ അത് ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാങ്കേതിക വിവരം അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാട് താഴേക്കിടയിൽ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസ സമയത്ത് തന്നെ അത് ഉടലെടുത്താൽ മാത്രമേ അതിൻ്റെ ആ യുവാവിൻ്റെ ഒരു സമയം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രായം വരുന്ന സമയത്ത് സ്വബുദ്ധിയാൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോഴും പല ആളുകൾ സുഖമില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സുഖമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വണ്ടി വരട്ടെ, ഓട്ടോറിക്ഷ വരട്ടെ എന്ന് ആ വണ്ടിയും കാത്തിരിക്കും, അല്ലെങ്കിൽ ITDPൻ്റെ വണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. പക്ഷേ എൻ്റെ ഭാര്യയാണ്, എൻ്റെ മകനാണ്, എനിക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം, അതുപോലും
ചിന്തിക്കാത്ത ആളുകളുണ്ട്. ഇനിയും ഉണരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കഴിവുകളും ഉണ്ട്. നമുക്കറിയാം പാരമ്പര്യമായിട്ട് പലതരം നെല്ലുകൾ പിന്നെ കൃഷി ചെയ്യുന്നുണ്ട്. തൊണ്ടി, അതുപോലെ തന്നെ തൈച്ചുങ്ങ്, എത്ര തരം നെല്ലുണ്ട്. ഗന്ധകശാല, ഇങ്ങനെയുള്ള നെല്ലുകളുണ്ട്. ഇന്ന് അതുണ്ടോ? ഇല്ല. പക്ഷേ അത് അവർക്ക് സംരക്ഷിക്കാൻ അറിയാം. നെല്ല് ഇപ്പോൾ അടുത്ത ഓണത്തിനാണ്, ഓണം ഫെസ്റ്റിവലാണ്. ഓണത്തിന് വേണ്ടി എനിക്ക് കുറച്ച് നെല്ല് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് അവരെ നെല്ല് സൂക്ഷിക്കും. പക്ഷേ നെല്ല് സൂക്ഷിക്കണമെങ്കിൽ എന്താ സംഭവം? ഫോറസ്റ്റിൽ നിന്ന് പോയിട്ട് മുള വെട്ടാൻ പറ്റൂല. ഫോറസ്റ്റിൽ നിന്ന് പോയിട്ട് മുള വെട്ടാൻ പറ്റുമോ? അവിടെ നിയമ തടസ്സമാണ്. പക്ഷെ അവർക്ക് നെല്ല് സൂക്ഷിക്കാൻ അറിയാം. വിത്ത് സൂക്ഷിക്കണമെങ്കിൽ ഇന്ന് വിത്ത് സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഇല്ല. ഇന്ന് നേന്ത്രവാഴ കൃഷികളും അതുപോലെ തന്നെ മറ്റ് മാഫിയകളും റിസോർട്ടുകളും ഒക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊന്നിടിച്ച് മാറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ബാലൻചേട്ടൻ പറഞ്ഞത് സത്യമാണ്. ബാലൻചേട്ടൻ പറഞ്ഞെന്താ? ബാലൻചേട്ടൻ പറഞ്ഞത് പണ്ടുള്ള പോലെയുള്ള കൃഷികൾ ചെയ്യാനുള്ള വരുമാനമില്ല എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന ഒരാളോട് നെൽകൃഷി ചെയ്യാൻ പറഞ്ഞാൽ നെല്ലിന് വിലയില്ല. പക്ഷെ ആരോഗ്യത്തിന് നല്ലതാണ് നെല്ല്. പക്ഷേ അത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവിടുത്തെ ഇന്ന് പണമുള്ളവനും പണമില്ലാത്തവനും ഒരു ബാർ സോപ്പിന് 100 രൂപയാണെങ്കിൽ പണമില്ലാത്തവന് 100 രൂപ, പണമുള്ളവന് 100 രൂപ. ആ 100 രൂപ കൊടുത്താൽ രണ്ടാക്കും ഉപയോഗിക്കാം. പക്ഷേ നെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സാമ്പത്തികം കിട്ടില്ല. പക്ഷേ വാഴക്കൃഷി ഉണ്ടായാൽ കിട്ടും. പക്ഷേ വാഴക്കൃഷി എങ്ങനെ ഉണ്ടാകുന്നത്? വാഴക്കൃഷി ഉണ്ടാകുന്നത് രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇന്ന് ആ വിത്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ മേഡം നേരത്തെ എന്നെ മുന്നേ സൂചിപ്പിച്ച പോലെ കൂണിൻ്റെ കാര്യം പറഞ്ഞു. കൂണ് സൂക്ഷിക്കാം. കൂണ് വെയിലത്തിട്ട് ഉണക്കി നമുക്ക് മഴക്കാലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. ചക്കക്കുരു മണ്ണിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴച്ച് അത് സൂക്ഷിക്കാം. ഇതൊക്കെ അറിയാം. ആദിവാസികളെ കൂടുതൽ ബുദ്ധിയുള്ള സമൂഹങ്ങളില്ല. അവരിൽ നിന്നാണ് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഈ ജനവിഭാഗങ്ങൾ. ആ ജനവിഭാഗങ്ങളിൽ തന്നെ കുറച്ചായിട്ട് ഇത് മറ്റുള്ള ഈ കടന്നുകയറ്റം, അതാണ് കടന്നുകയറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കടന്നുകയറ്റം വരുന്നതോടുകൂടി ഈ ഗോത്രവിഭാഗങ്ങളുടെ തനതായിട്ടുള്ള അവരുടെ എല്ലാം മറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പഠിപ്പിക്കാൻ ആരുമില്ല, ഇത് പഠിച്ചെടുക്കാൻ ആരുമില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സംവിധാനമാണ് ഇവിടെ വേണ്ടത്. അതിനുള്ള സംവിധാനത്തോടു കൂടി മാത്രമേ ഈ വരും തലമുറയ്ക്ക് ഇനി പാരമ്പര്യമായിട്ടുള്ള കൃഷിയായാലും കിഴങ്ങുവർഗ്ഗങ്ങളുടെ ആയാലും വിദ്യാഭ്യാസമായാലും അവരുടെ ഗോത്രഭാഷയായാലും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടി സാധിക്കുള്ളൂ. അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ വയനാട് ജില്ലയിൽ 2022 ഓപ്പൺ ആക്കിയിട്ടുള്ള എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം പോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു പരിധിവരെ എന്താണോ സ്ഥാപനത്തിന് ചെയ്യാൻ പറ്റുക, സെക്രട്ടറി എന്ന നിലയിൽ എന്താണോ ചെയ്യാൻ പറ്റുക, ഭരണസമിതി എന്ന നിലയിൽ എന്താണോ ചെയ്യാൻ പറ്റുക, അത് മാക്സിമം ചെയ്യാൻ വേണ്ടി അതിതീവ്ര പരിശ്രമത്തിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും കടന്നുകയറ്റം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ആ കടന്നുകയറ്റം നല്ലതിലൂടെ ആയിരിക്കണം. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഗോത്രവിഭാഗത്തിന് ഉണ്ടാകണം. അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള എന്താണ് എന്ന് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അവസാനത്തെ ഒരു ചോദ്യം, ബാലൻസ് വനഗ്രാമം. ഈ നേരത്തെ സൂചിപ്പിച്ചതും ഇപ്പം സൂചിപ്പിച്ചതുമായിട്ടുള്ള കാർഷിക രംഗത്തെയും മറ്റ് കരകൗശല രംഗത്തെയും ഉള്ള വെല്ലുവിളികൾ പൈതൃക ഗ്രാമത്തിൻ്റെ ഒരു ആരംഭത്തോടുകൂടി ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? ഭാവിയിൽ പരിഗണിക്കാൻ പറ്റും. എല്ലാവരും ആദിവാസി വിഭാഗത്തിലും മിക്ക ആളുകൾക്കും കരകൗശല ജന്മനാൾ കിട്ടിയൊരു കഴിവാണ്. ഒരാളും പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് തന്നെ അവരവരുടെ വീടുകളിൽ അവരാ വ്യത്യസ്ത കലകൾ ഉണ്ടാക്കുന്നു. പക്ഷെ അവരാരും പുറത്ത് പറയാറില്ല എന്ന് മാത്രമാണ്. നമ്മളത് പുറത്ത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് എന്നൂർ പോലെയുള്ള അവിടെ സ്ഥലങ്ങളിൽ വിൽക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചത്. പുറത്ത് പറയാത്ത ഒരുപാട് പേരുകളുണ്ട് വീട്ടിൽ തന്നെ നല്ല കലാപരമായി ചെയ്യുന്ന പരമ്പരാഗത രീതിയിൽ ചെയ്ത്. പക്ഷെ അത് അവർ വിൽക്കാൻ താല്പര്യമില്ല. മാത്രമല്ല അവരെ എത്തിപ്പെടാൻ എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ചുരുളിയാണ്. ഏകദേശം ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്.
അവിടെ കുറച്ച് ഗോത്രവർക്കാർ മാത്രമേ ഉള്ളൂ. ചുറ്റും ഫോറസ്റ്റാണ്. ഏകദേശം 4 കിലോമീറ്ററാണ് അതിൻ്റെ ചുറ്റളവ്. ഏകദേശം കുറച്ച് വീട്, കുറച്ച് കാട്, കുറച്ച് വീട്, കുറച്ച് കാട്, അങ്ങനെയുള്ള വ്യത്യസ്തമാണ്. അപ്പോൾ പോയിട്ട് ഒരു പുറത്തുള്ള ഒരാൾക്ക് പോയിട്ട് പെട്ടെന്ന് വരാൻ വെച്ചാൽ നടക്കില്ല. കാരണം അങ്ങോട്ട് ജനറൽ ആളില്ല. അതുകൊണ്ട് തന്നെ പോകുന്നതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ നമ്മളെ അവിടെ ഉണ്ടാക്കുന്ന സാധ്യതകൾ നമുക്ക് ഇനി വരുന്ന ഒരു പ്രോഗ്രാം പരിപാടിയൊക്കെ വെച്ചിട്ട് അവർക്ക് കഴിവുള്ള അനുസരിച്ച് തൊഴിൽ മേഖല, നമ്മളാളുകൾ നേരത്തെ സെക്രട്ടറി സാറ് പറഞ്ഞ പോലെ ലഹരിക്ക് അടിമയാകുന്ന വിഭാഗം നമ്മളാളുകൾ കുറച്ചുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിലാണ് വേണ്ടത്. തൊഴിൽ ഇതേപോലെ കലയുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റം കൊണ്ടുവരാൻ തോന്നുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്നൂരാണ്. എന്നൂരിൽ നമുക്ക് എന്ത് സാധനം കൊണ്ടുപോയാൽ അവിടെ ഇടനിലക്കാരില്ലാതെ നമുക്ക് സ്വന്തമായി വിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനൊരു 20 വർഷം മുമ്പാണ് എത്ര മേഖലയായി ഞാൻ ഈ കരകൗശല വസ്തുക്കളും കാർഷിക ഉൽപ്പന്നമായി പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് എവിടെയും നേരിട്ട് വിൽക്കാനുള്ള ഒരു അവസരം എന്നത് എക്സിബിഷനായിരുന്നു. സർക്കാരിൻ്റെ വിവിധ മേഖല എക്സിബിഷനായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്നൂരുള്ളതുകൊണ്ട് നമ്മൾക്ക് എന്തുണ്ടാക്കിയാലും അവിടെ കൊണ്ടുപോയി വിൽക്കാം എന്നുള്ളൊരു മാർക്കറ്റ് മേഖല എന്നൂരിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമ്മളധികം ആദിവാസി എന്ന നിലയ്ക്ക് നമുക്കധികം വളരെ സന്തോഷമാണ്. ഇനിയും അത് കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ആളുകളിൽ ഇടയിൽ ചെന്ന് അവർക്ക് കഴിവ് അനുസരിച്ച് കൊണ്ടുവന്ന് അവരെ അതിൽ ഉൾപ്പെടുത്തി അവർക്കും ഒരു ഉപജീവന മാർഗമാക്കി എടുത്ത്, അതുപോലെ തന്നെ നമ്മളെ ഒരു ക്ലാസ് കിട്ടുമ്പോൾ മാത്രം ഒരു എന്താ പറയുക, ക്ലാസ് കിട്ടുമ്പോൾ മാത്രം കേൾക്കുകയും അത് കഴിഞ്ഞാൽ ആ ക്ലാസ് പോട്ടെ അത് പിന്നെ നോക്കാമെന്നല്ല. ഓരോ ക്ലാസ് പങ്കെടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ക്ലാസ് കിട്ടുന്ന ആ സാധനത്തിൻ്റെ ക്ലാസ് അത് ഉപജീവന മാർഗമാക്കി മൂല്യവർദ്ധന ഉൽപ്പന്നമാക്കി എടുക്കാൻ നമ്മൾ സാമ്പത്തികപരമായി അവരെ സഹായിക്കണം. ക്ലാസ് കൊണ്ട് മാത്രം അവരെ സഹായിക്കാൻ പറ്റില്ല. മിക്ക ആളുകളും ക്ലാസ് മാത്രമാണ്, പക്ഷെ സാമ്പത്തികം കൊടുക്കാറില്ല. സാമ്പത്തികം കൊടുക്കുക മാത്രമേ അവിടെ അടിത്തറ വളരുള്ളൂ. ഇപ്പോൾ ഈ ലോണിന് ഉദാഹരണത്തിന് ലോണിന് പോയി കഴിഞ്ഞാൽ ലോണ് തരാം, പക്ഷേ 2 സർക്കാർ ജാമ്യക്കാർ വേണം. എവിടെയാണ് സാർ ആദിവാസികൾക്ക് സർക്കാർ ജാമ്യക്കാർ നിൽക്കുക? ആദിവാസികൾ വളരെ കുറവല്ലേ സർക്കാർ ജോലി. അപ്പോൾ അവർക്ക് 2 ജാമ്യം വേണം. ഞാൻ ഒരു ഉദാഹരണം, ഞാനൊന്ന് ലോണിന് പോയിരുന്നു. എനിക്ക് ചെറിയ കുളമുണ്ട്, അതിൽ മീൻ വളർത്തണം, കുറച്ച് മീനിനെ കിട്ടാം. അപ്പോൾ വ്യവസായ ഓഫീസ് പോയി പറഞ്ഞ് ലോണുണ്ട്, പക്ഷേ 2 ജാമ്യക്കാർ വേണം. ആദിവാസികൾക്ക് ആരും ജാമ്യം നിൽക്കില്ല, കാരണം അടയ്ക്കുന്നുള്ള പേടിയാണ്. അതപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താക്കുക, ലോണുണ്ട്, പക്ഷെ നമുക്ക് ആദിവാസി വളരാൻ വേണ്ടി ഒരുപാട് മേഖലകളുണ്ട്, ഫണ്ടുണ്ട്. പക്ഷെ അത് പേപ്പറിലും സംസാരത്തിലും മാത്രമാണ് ഫണ്ടുള്ളത്. കാരണം യഥാർത്ഥ ആദിവാസി എല്ലാം എത്തിച്ചെല്ലും. ഒരു കഴിവുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ഇന്ന് തരാം, ഒരു മെഷീൻ മേടിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഉപകരണം തരാം, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് വളർന്നോളും. പക്ഷെ അവർ വന്നിട്ട് മോഹന വാഗ്ദാനങ്ങൾ മാത്രമാണ്. കാരണം നല്ലതാണ്, കുഴപ്പമില്ല എന്ന് മാത്രമാണ്. ആ ചിരി മാത്രമാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം. കാരണം അവർക്ക് പടിപടിയായി ചെയ്യാനുള്ളൊരു, ഇപ്പോൾ എന്നൂരെന്ന് പറയുന്നത് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ കൊണ്ടുവെക്കാം, അത് ഏറ്റവും മഹാഭാഗ്യമാണ്. പക്ഷേ അതേപോലെ ഒരുപാട് ആളുകൾ കല അറിയുന്ന ആളുകളുണ്ട്. അവർ കൃഷിയാവാം, അവർ പരമ്പരാഗത ഭക്ഷണ രീതിയാവാം, പരമ്പരാഗത കൃഷി രീതിയാവാം. അത് പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തല എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ വർഷങ്ങളും ഓരോ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. പരിപാടി പങ്കെടുക്കുമ്പോഴൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാൻ മനസ്സുണ്ട്, ശരി. പക്ഷേ നമുക്ക് എവിടെ നിന്ന് പൈസ, നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മൾ ഒന്ന് പുറകിൽ നിന്ന് ചെറിയൊരു സപ്പോർട്ട് നമുക്ക് തരാൻ ആളുകൾ വളരെ കുറവാണ്. അതന്നെ എനിക്കിപ്പോൾ നിലവിലിപ്പോൾ പറയാനുള്ളത്. ഇനി കുറച്ചും കൂടി പറയാനുള്ള വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് സമയം വളരെ കുറവാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഗോത്ര സമ്പദ്ഘടനയുടെ പരാധീനങ്ങളും പൊതുസാധ്യതകളുമായിട്ട് ഈ വിഷയത്തിൽ ഒരു എക്സാമ്പിളായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും പോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം. നമ്മൾ പട്ടികവർഗ മേഖലയിൽ, ഗോത്ര മേഖലയിൽ ഫേസ് ചെയ്തിട്ടുള്ള വിവിധ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പം ബാലേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. അതിനൊക്കെ ഒരു പുതിയ ഒരു സാധ്യത തുറന്നിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നൂർ ഗോത്ര പൈതൃക ഗ്രാമം. പ്രത്യേകിച്ച് പട്ടികവർഗ മേഖലയിലെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് ഒരു വരുമാനദായക പദ്ധതി അവിടെ
ജീവനക്കാരായിട്ട് ജോലി ചെയ്യാനുള്ളൊരവസരം, കർഷകർക്കും അതുപോലെ തന്നെ കലാപരിപാടികൾ നടത്താൻ കഴിയുന്നവർക്കൊക്കെ കലകളും പ്രദർശിപ്പിക്കാനുള്ളൊരവസരം. അങ്ങനെ ഏതൊക്കെ ട്രൈബൽ മേഖലയിൽ ഏതൊക്കെ സെഗ്മെൻ്റ് ഉണ്ടോ ആ സെഗ്മെൻറ്റിലെല്ലാം കഴിവുള്ള ആളുകൾക്ക് ഒരവസരം ഒരുക്കുന്ന ഒരു വേദിയായിട്ടാണ് നിലവിൽ എന്നൂർ പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ 2 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നായി നമുക്കൊരു 10 കോടിയോളം രൂപ തന്ന് ആരംഭിച്ച സ്ഥാപനമാണ്. ഇന്ന് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, വളരെ ലാഭകരമായി പ്രവർത്തിക്കുന്ന, സ്വന്തം നിലയിൽ ഓൺ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി വളരുവാൻ എന്നൂർ ഗോത്രപൈതൃക ഗ്രാമത്തിന് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്നൂരിലേക്ക് 2500 സന്ദർശകർക്കാണ് ഒരു ദിവസം പ്രവേശിക്കാനുള്ള അനുമതി. ഈ ആളുകൾ പ്രവേശിക്കുന്നതിലൂടെ ലഭിക്കുന്ന ടിക്കറ്റ് വരുമാന ഫീസുകൾ, അതുപോലെ തന്നെ കടമുറികൾ, സ്ഥാപനങ്ങളൊക്കെ നമ്മൾ വാടകയ്ക്ക് എന്നൂരിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, ഈ കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് നിലവിൽ എന്നൂരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് നമുക്ക് സഹായം ലഭിച്ചു. വിവിധ കമ്പനികളുടെ CSR ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിവിധ ഇപ്പം കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള വിവിധ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും മികച്ച ഹരിത ടൂറിസം കേന്ദ്രമായിട്ടുള്ള ഒരു അവാർഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി. വരുന്ന മാസം നമുക്ക് ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ഈ ഒരു സ്ഥാപനത്തിനെ ഒരു സസ്റ്റൈനബിൾ ടൂറിസം സെൻ്ററായിട്ട് മാറ്റുവാനുള്ള ഗ്രീൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൽ ഞങ്ങൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്കുണ്ടായ മാറ്റങ്ങൾ അതുകൂടി ഒന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ശരിക്കും ഒരു കൾച്ചറൽ ഇൻ്റഗ്രേഷൻ നടത്തുവാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്ന സന്ദർശകർ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും, തമിഴ് സംസാരിക്കുന്നുണ്ടാവും. ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് മാറി. നമ്മുടെ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ കൂടുതലും പൈത്രി പൊഴുതന ഗ്രാമപഞ്ചായത്തിലുള്ള ജീവനക്കാരാണ്. അവർ വളരെ താഴെത്തട്ടിൽ നിന്നുള്ള ഫാമിലികളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഇന്നവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഒരു ഫാമിലി റൺ ചെയ്യാൻ സാധിക്കുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വാങ്ങിക്കാൻ സാധിക്കുന്നു. അവർക്കൊരു വീട് പണിയുമ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഒരു മാസം ഒരു നിശ്ചിത തുക, ഒരു ഗ്യാരണ്ടി ഉണ്ട്. എന്നൂരിൽ ജോലി ചെയ്യുന്നൊരു ജീവനക്കാരന് ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻകം സോഴ്സിലുപരി അവരുടെ കരിയറിലൊരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്നൊരു സ്ഥാപനം കൂടിയായിട്ട് എന്നൂർ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സമയാസമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലുള്ള ട്രെയിനിങ്, ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, സ്കിൽ ഡെവലപ്മെൻറ്റ്, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നൂരിലെ ജീവനക്കാർക്ക് ഭാവിയിൽ അവരുടെ സോഷ്യൽ ആൻഡ് വെൽഫെയർ ബെനിഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി സൊസൈറ്റി ഭരണസമിതി തീരുമാനമെടുത്ത് വിവിധ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കൂടി അടുത്ത ഘട്ടത്തിലേക്ക് ലഭിക്കാൻ നിലവിൽ ESA ആനുകൂല്യങ്ങളോ EPF ആനുകൂല്യങ്ങളോ ഒക്കെ ആദ്യഘട്ടത്തിലൊന്നും ഇല്ലായിരുന്നു. അടുത്ത ഘട്ടത്തിൽ അതൊക്കെ ലഭിച്ച് അവരുടെ കുടുംബത്തിന് കൂടി ഒരു പരിരക്ഷ ഉറപ്പുവെക്കാൻ നിലവിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം ജില്ലാ കളക്ടർ തന്നെ വയനാട് ടൂറിസം റീഹാബിലിറ്റേഷൻ അതുപോലെ തന്നെ റിജുവിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വയനാട് ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുവാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സെൻ്ററായിട്ട് എന്നൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിൽ മാറുവാൻ കഴിഞ്ഞു. ടൂറിസം റിവൈവലിന് വേണ്ടിയിട്ട് തന്നെ ഒരു 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി എന്നൂരിൽ വയനാടിൻ്റെ പുനർജീവനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി വിജയകരമായി നടത്തുവാൻ എന്നൂർ ചാരിറ്റബിൾ സൊസൈറ്റി കഴിഞ്ഞു. ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്, ഒരു റോൾ മോഡലായിട്ട് കഴിയുന്നത് പൂർണ്ണമായിട്ടും ഒരു ട്രൈബൽ മാനേജ്മെൻറ്റാണ് ഇത് നടത്തുന്നത്. ഇതിലെ ജീവനക്കാർ, അഡ്മിനിസ്ട്രേഷൻ ആയാലും ശരി, അതിൻ്റെ ഭരണസമിതി ആയാലും ശരി, എല്ലാവരും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ്.
അപ്പോൾ അവിടെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾക്ക്, ഉദാഹരണത്തിന് MBA, MCOM, BTech ഒക്കെ ഒക്കെ ക്വാളിഫിക്കേഷനുള്ള ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ടീമിൽ ഹെഡുകൾ ഇരിക്കുന്നത്. അത് വിവിധ തലങ്ങളിൽ എക്സ്പെർട്ടൈസായിട്ടുള്ള ആളുകൾക്ക് അവിടെ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ തരത്തിൽ ട്രൈബൽ എക്കണോമിക്കലി തന്നെ ഒരു റോൾ മോഡലായിട്ട് കേരളത്തിൽ മാത്രമല്ല, ഇതൊരു ദേശീയ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഒരു മോഡലായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമ്പിളായിട്ട് എന്നൊരു ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് മാറിയതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കൊരു അവസരം തന്ന കറ്റാർട്സിനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. കറ്റാർട്സിൻ്റെ ഡയറക്ടർ മാഡത്തിനോടും ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥ കൂടിയായ ഇന്ദു മാഡത്തിനോടുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ട് ചോദിക്കാവുന്നതാണ്. നമസ്കാരം. ഇപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് തോന്നിയ ഒരു ലേമാൻ്റെ ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചതിൽ നിന്നൊക്കെ ഭാഷ ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. എല്ലാത്തിൽ നിന്നും ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഭാഷ തന്നെയാണ്. എല്ലാ പരിമിതികൾക്കും ഏറ്റവും പ്രധാന ഒരു തടസ്സം എന്നുള്ളത് ഭാഷയാണെന്നാണ് മനസ്സിലായത്. ഇപ്പോൾ എന്നൂരിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ, ഈ അധ്യാപകർ PSC വഴി നിയമനം ലഭിച്ചവരായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ നിയമനം ലഭിക്കുന്നവർക്ക് ഈ ആദിവാസി വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംവരണം നൽകിക്കൊണ്ടാണോ നിയമനം നടക്കുന്നത്? കാരണം ഭാഷ പ്രശ്നമായതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ അധികം സ്കൂളിലേക്ക് വരാത്തതിൻ്റെ പ്രശ്നവും ഭാഷ തന്നെയാണല്ലോ. അപ്പോൾ ഈ രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകളെ അവിടെ നമ്മൾ ജോലിക്ക് നിയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് പരിഹരിക്കപ്പെടാമെന്ന് ഉള്ള ഒരു ലഘു ഉത്തരം അതിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് കേട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് തോന്നി. അത് വളരെ ലഘുവായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ അതിൻ്റെ അഭാവം കൊണ്ടാണോ, അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ട് കൊണ്ടാണോ, എന്താണ് ഇത്ര കാലമായിട്ടത് സംഭവിക്കാതിരുന്നത്? അതുപോലെ തന്നെ എന്നൂര് പറഞ്ഞിരുന്നു, ഇവിടെ വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ എന്നൂരിൽ ഈ ഭാഷയുടെ ഈ പരിമിതിയെ തരണം ചെയ്യാനായി എന്നൂര് എന്ത് പരിപാടിയാണ് നടത്തിയിട്ടുള്ളത്? ഏറ്റവും പ്രധാന പ്രശ്നം ഭാഷയായതുകൊണ്ട് തന്നെ ഭാഷയാണ് ആദ്യം ആ ഒരു പ്രശ്നമാണ് ആദ്യം നീക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ എന്നൂരിൽ നടക്കുന്നുണ്ടോ? അതായത് ആ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഭാഷ പഠിക്കാനായി പുറത്തു നിന്നൊരാളെ വയ്ക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മലയാളം അഭ്യസിക്കാനായിട്ടുള്ള പരിശീലനം നൽകുകയോ, കാരണം ലീഡർഷിപ്പ് പ്രോഗ്രാംസും ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ ഓൾറെഡി നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നിയമനങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടോ? അതിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആരോടാണ് ചോദ്യം? ആർക്ക് വേണമെങ്കിലും മറുപടി പറയാം. അതിൻ്റെ ആധികാരികതയും പ്രായോഗികതയുമാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും മാഡം പറഞ്ഞ ഒരു പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് പറഞ്ഞത്. നിലവിൽ എന്നൂരിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, നിലവിൽ നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഭാഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിലവിലുള്ള പരിപാടികളൊന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. തുടർന്ന് വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും മാഡം പറഞ്ഞ ആശയം ഉൾക്കൊണ്ട് തന്നെ ഭരണസമിതിയിൽ ഈ കാര്യം സൂചിപ്പിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മുടെ വയനാട് ജില്ലയിലുള്ള ഗോത്രവിഭാഗത്തിൽപ്പെട്ടുള്ള ഭാഷകളൊക്കെ അറിയാവുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ വിദഗ്ധമായിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ട് നിലവിൽ പ്ലാൻ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആശയം ഉൾക്കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. ലീഡർഷിപ്പ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അത് 2 സെഗ്മെൻറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ ബോഡി ഞാൻ സൂചിപ്പിച്ചു, 30 അംഗ ഊരുമുപ്പന്മാരുള്ള ഒരു സമിതി നമുക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തന്നെ എന്താണ് സൊസൈറ്റി ആക്ട്, എന്താണ് നിയമം, എന്താണ് ലോ, അല്ലെ എന്താണ് ഫിനാൻസ്, ധനകരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. കാരണം ഒരു സ്ഥാപനം റൺ ചെയ്ത് പോകുന്ന സമയത്ത്
പ്രത്യേകിച്ച് ഊര് മൂപ്പന്മാരൊക്കെയാണ് നമ്മുടെ ജനറൽ ബോഡിയിൽ അംഗങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് തന്നെ ഇപ്പം പ്രോഗ്രാംസ് നമ്മൾ എക്സ്പെർട്ടൈസിനെ കൊണ്ടുവന്ന് തന്നെ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്കവിടെ വരുന്ന ഒരു കസ്റ്റമറോട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വരുമാനം തരുന്നത് അവിടെ വരുന്ന സന്ദർശകരാണ്. അപ്പോൾ അവർ പല ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടാവും, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞങ്ങൾ റെഗുലറായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നടത്തുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ ജോലി സംവരണമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ ഇപ്പോൾ നിയമിക്കപ്പെടുന്ന സൊസൈറ്റിയാണ് ഡയറക്റ്റാണ് നിയമിക്കുന്നത്. നമുക്ക് PSC മുഖേന അല്ല നിയമിക്കുന്നത്. സൊസൈറ്റി മുഖേന ഡെയിലി വേജസ് ആയിട്ടും കോൺട്രാക്റ്റ് ബേസിലൊക്കെയാണ് നിലവിലുള്ള നിയമനം. അത് പൂർണ്ണമായിട്ടും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ടുള്ള നിയമനമാണ് നിലവിൽ അവിടെ നടത്തുന്നത്. മറ്റ് സെഗ്മെൻറ്റിലുള്ള നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബൈലോ അനുസരിച്ച് ഇതിൻ്റെ ഗുണഭോക്താക്കളെല്ലാവരും തന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടതാവണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ST ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജീവനക്കാരാണ് മൊത്തവും അവിടെ നിലവിൽ ജോലി ചെയ്തു വരുന്നത്. കേൾക്കാം. അതായത് ഈ അടിമാലിയിൽ മന്നാൻ എന്ന് പറയുന്നൊരു സമൂഹമുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൽ കൂട്ടപ്പണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അതായത് ഇപ്പം നിലവിലില്ല, ഇല്ലാതായി. അപ്പം ഒരു ഗ്രാമത്തിലൊരു വീട്ടിൽ പണിയുണ്ടെങ്കിൽ ആ പണി ആ ഗ്രാമത്തിലെ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുകയും അന്ന് വൈകുന്നേരം അവിടെ കൂടുകയും അങ്ങനെ കഥകളും പാട്ടുകളൊക്കെ ആയിട്ട് സമയം കഴിയുകയും ചെയ്യും. അപ്പം ആ ഒരു സംസ്കാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നെല്ലാം സഫീഷ്യൻ്റ് ആയിരുന്നു, പരാധീനതകളില്ലായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങൾ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികതയ്ക്ക് നിരക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ചെന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് അതായത് അന്യവൽക്കരണം, അല്ലെങ്കിൽ അതൊക്കെയാണ് ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ലോകത്തെ പഠിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓരോ ഗോത്രങ്ങൾക്കുള്ളിലുമുണ്ട്. അത്തരം വിഷയങ്ങളെ കണ്ടെടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? തീർച്ചയായിട്ടും പറഞ്ഞത് നല്ലൊരു ആശയമാണ്. നിലവിൽ എന്നൂരിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ വയനാട് ജില്ലയിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചു, ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മലവേടൻ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഇടുക്കി ജില്ലയിലുള്ള മന്നാൻ വിഭാഗത്തിൻ്റെ രീതികളും അവിടുത്തെ രാജാവിൻ്റെ കാര്യങ്ങളുമൊക്കെ വളരെയധികം അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. സംഘത്തിൻ്റെ ഭാവിയിലുള്ള വളർച്ചയുടെ അനുസൃതമായി തന്നെ നമുക്ക് അത്തരം കാര്യങ്ങൾ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കൂടുതൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം വയനാട് ജില്ലയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതിപ്പോൾ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് സംഘത്തിൻ്റെ വളർച്ചയുടെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ആശയം തീർച്ചയായിട്ടും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിൽ ഞങ്ങളിപ്പോൾ സ്ഥാപനം തുടങ്ങി ജസ്റ്റ് ഒന്ന് പ്രവർത്തിച്ച് വരുന്ന ഒരു ഘട്ടമാണ്. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമുക്ക് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ഉള്ള ആചാരാനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളും ആർട്ടിഫാക്ട്സും ഒക്കെ എന്നൂരിലേക്ക് എത്തിക്കുന്നതിൽ നിലവിൽ പരിമിതികളുണ്ട്. ഭാവിയിൽ അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ചോദ്യം കൂടെ ഉണ്ടേ. അതായത് ഈ മലേറിയയ്ക്ക് ഒരു മരുന്ന് കണ്ടുപിടിച്ച ടുയോയോ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയ്ക്ക് നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി. അപ്പം അവരെയും മരുന്ന് കണ്ടുപിടിക്കുന്നത് കർപ്പൂര തുളസിയിൽ നിന്നാണ്. അവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള വിഭാഗങ്ങളിലെ അറിവുകൾ കണ്ടെടുക്കുകയും അതിനൊരു റിസർച്ചായിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്ഥാപനവൽക്കരിച്ച് അതിനേക്കാൾ ഉപരി ഇത് ലോകത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തമാക്കി മാറ്റുക,
അല്ലെങ്കിൽ അതിനെ ഒരു പ്രൊഡക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ആ ഒരു എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം എന്നതിലുപരി ഒരു സാമൂഹ്യ പദവിയും കൂടെ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും കൂടെ സാധ്യത എത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലുള്ളത്? അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ, അല്ലെങ്കിൽ സാമൂഹികമായ തലത്തിൽ, ആ ഒരു ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും വലിയ സാധ്യതകൾ തന്നെയാണുള്ളത്. ഇപ്പം തന്നെ മലേറിയ വിഭാഗത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കാണിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ പല ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇത്തരം കാര്യങ്ങളുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതും സൂക്ഷിക്കേണ്ടതൊക്കെയാണ്. നിലവിൽ എന്നൂർ ഗോത്രപേദ ഗ്രാമത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല നിലവിൽ ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായും ആശയം നല്ലതാണ്. ഞങ്ങളുടെ വളർച്ചയിൽ ഭാവിയിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പരിമിതികളുണ്ട്. വയനാട് ജില്ലയിലേക്കുള്ളൊരു പരിമിതികളെ ഒതുങ്ങി ഞങ്ങൾ ചെയ്യുകയാണ്. അടുത്ത ഘട്ടത്തിൽ ഭാവിയിൽ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഭാവിയിൽ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച അനുസരിച്ച്, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ മറ്റ് വിവിധ ജില്ലയിലൊക്കെ ഭാവിയിൽ വരട്ടെ. മറ്റ് ജില്ലകളിലൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഇതെല്ലാം സംയോജിപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയെ മാത്രമേ എനിക്കിപ്പം പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. സാർ, ഒരു ഒറ്റ കാര്യം കൂടി. അതിന് ഒരു ഉത്തരം. അത് നമുക്കറിയാം. ഇപ്പം അത് ഒരുപാട് സങ്കീർണത നിറഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പം ഒരുപാട് ആദിവാസി മെഡിസിൻസ് ദുരുപയോഗം ചെയ്ത സംഭവങ്ങൾ, അവരുടെ ഭൗതിക സ്വത്തവകാശം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്, അതിലെന്താണ് അവർക്ക് ഈ ഗോത്ര വിഭാഗത്തിലുള്ള പങ്കെന്താണ്, അതേസമയം അവരത് പുറത്തേക്ക് അതിൻ്റെ അറിവോ അതിൻ്റെ ഈ ഉൽപ്പന്നവും ഷെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഗോത്ര വിഭാഗത്തിന് അത് അവരുടെ തന്നെ സ്വത്തായിട്ടും അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ലാഭത്തിനും അത് ഒരുപാട് പോളിസി ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവം, അത് വേറെ തന്നെ ഒരു വിഷയമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് അതങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം. ഓക്കെ മാഡം, രാവിലത്തെ ഇന്നത്തെ ഇതേ വേദിയിൽ ആദ്യത്തെ സെഷൻ കൂൺ കൃഷിയോട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു സഹോദരി തങ്കമണി പറഞ്ഞത് അവർ ഈ കൂൺ ഉണ്ടാക്കുന്നുണ്ട്, കാടിൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു വിപണനം അവർക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ എന്നൂരിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് നിങ്ങളെ വന്ന് സമീപിക്കുകയാണോ ചെയ്യുന്നത്, അല്ല നിങ്ങൾ ആ താഴെക്കടയിലുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങി വരികയാണോ ചെയ്യുന്നത്? കാരണം ഇതിൻ്റെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് ഒരു പാക്ക് വാങ്ങിയതാണ്. അതിലാകെ 10 കൂണേ ഉള്ളൂ. 90 രൂപയാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ഏകദേശം 10 രൂപയോളം ഒരു കൂണിന് കിട്ടുന്നതെന്ന് പറയുന്ന സമയത്ത് അത് അനന്തമായ സാധ്യതയുള്ളത് ഇവരുടെ സാമ്പത്തികമായ മെച്ചത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ നിങ്ങൾ താഴെക്കടയിലേക്ക് വരുന്നു, അതാണ് ചോദ്യം. സാർ, നമ്മളത് 2 രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് സംഘം നേരിട്ട് പരസ്യങ്ങൾ നൽകാറുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ കാലാകാലങ്ങളിലായിട്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ നിലവിലുള്ള ഒഴിവുള്ള മുറികളിൽ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു സംരംഭകന് ഒരു ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായ പരസ്യം, നമ്മൾ ആ ഒരു ഗവൺമെൻറ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാം പ്രോപ്പർ റെക്കോർഡിക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പരസ്യം ചെയ്ത് പത്രപരസ്യങ്ങളും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേനയുള്ള പരസ്യങ്ങളൊക്കെ ചെയ്ത് ആളുകളെ ക്ഷണിക്കാറുണ്ട്, ഇവിടേക്ക് കച്ചവടം നടത്താനും ക്ഷണിക്കാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് സാറിപ്പം സൂചിപ്പിച്ചതുപോലെ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ് എനിക്കൊരു പ്രൊഡക്റ്റ് സെല് ചെയ്യാനുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാൽ, നമുക്കൊരു അപേക്ഷ തന്നാൽ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള, ഞാൻ മുമ്പേ ഇവിടെ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചു, ഒരു എക്സിബിഷൻ ഹാളുണ്ട്. ആ ഹാളിൽ അവർക്ക് വന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഉദാഹരണത്തിന് സീസൺ സമയത്ത് നമുക്ക് ധാരാളം സന്ദർശകർ വരുന്ന സമയമാണ്. ഇപ്പം കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് തന്നെ നമുക്ക് ധാരാളം സന്ദർശകരെത്തി. ആ സമയത്ത് സ്ഥിരമായ കച്ചവടത്തിന് അല്ലെങ്കിൽ പോലും ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസമൊക്കെ കച്ചവടം നടത്താൻ ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ, ഉദാഹരണത്തിന് മറയൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴി മറയൂർ ശർക്കര എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് CMD കേരള അവരുടെ ഒരു യൂണിറ്റ് വഴി വിൽക്കണം, ഒരു ട്രൈബൽ യൂണിറ്റ് വഴി വിൽക്കണം എന്ന് അറിയിച്ച് അപേക്ഷ തന്നപ്പോൾ അവർക്ക് അവിടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്പേസ് കൊടുത്തു. ആ വെക്കേഷൻ ടൈമിൽ അവരവിടെ സെയിൽ ചെയ്തു. അവർ 10 ദിവസത്തേക്കാണ് അവിടെ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നത്. അവരുടെ പ്രൊഡക്റ്റ് 6 ദിവസം കൊണ്ട് തന്നെ സെല്ല് ചെയ്ത് തീർന്നു, അവർ തിരിച്ചു പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ
പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ കാറ്ററിംഗ് മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുന്ന ട്രൈബൽ കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരുടെ സ്കില്ല് അവരൊരു പ്രൊഡക്റ്റ് ചെയ്യുകയാണ്, ഒരു ട്രഡീഷണൽ ഫുഡ് ചെയ്യുകയാണെന്നൊരു താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ തിരക്കുള്ള സമയത്ത്, അതായത് കൂടുതൽ സീസണൽ സമയത്താണ് അത് പ്രയോജനപ്പെടുക. അതിനുള്ള സ്പേസ് നമുക്കവിടെ കൊടുക്കാൻ സാധിക്കും. നമുക്കൊരു നിബന്ധന മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ടും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാവണം. ഇപ്പോൾ ഇനി നമുക്ക് ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈം ആരംഭിക്കുകയാണ്. ആർക്കെങ്കിലും ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നൂരിലേക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ ഞങ്ങൾ ഇന്ന പ്രോഡക്റ്റ് അവിടെ സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞങ്ങളത് പരിശോധിക്കുന്നത് നിലവിൽ അവിടെ അവൈലബിളായിട്ട് കടമുറികൾ വാടകയ്ക്ക് കൊടുത്തിട്ട് കുറേ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്ന ഒരു സ്ഥിരം പ്രോഡക്റ്റ് ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബാലൻ ചേട്ടൻ ഇവിടെ ഉണ്ട്, അദ്ദേഹമൊക്കെ വനവിഭവങ്ങളും അതുപോലെ തന്നെയുള്ള ട്രഡീഷണൽ ഫുഡ്സൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഓൾറെഡി കടമുറി എടുത്ത് വാടകയ്ക്ക് എടുത്താണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിളായിട്ട് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ്സ് ആണ് വരുന്നതെങ്കിൽ നമ്മളത് പ്രിഫറൻസ് കൊടുക്കും. നിലവിൽ അവിടെ കടമുറി നടത്തി സെല് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിഫറൻസ് കിട്ടില്ല. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം. ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ ഒരു കുടുംബശ്രീ യൂണിറ്റ് വന്ന് അവിടെ സെല് ചെയ്തിട്ട് പോയി. അവർക്ക് നമുക്കവിടെ ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് സെല് ചെയ്തിട്ട് പോയത്. അവിടെ പെർ ഡേ ഒരു 4,000 റുപ്പീസിന് മുകളിൽ അവർക്ക് ഇൻകം അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റി. 10 ദിവസം കൊണ്ട് അവരുടെ റിസോഴ്സ് പേഴ്സൺ ഞങ്ങൾക്ക് അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സബ്മിറ്റ് ചെയ്ത് പോയ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു, നല്ല രീതിയിലൊരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. സീസണലി ആണ് നമ്മുടെ ആളുകൾക്ക് അവിടെ നല്ല രീതിയിൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്നൊരു സമയമാണ്. അത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസും നിയമങ്ങളൊക്കെ ഉണ്ട്. സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ശ്രീ കെ ബാലകൃഷ്ണൻ മിമിക്രിയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പം കുറിച്ച ഭാഷയിൽ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കേൾക്കാം. താങ്ക് യു. ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ വളരെ നന്ദി. എനിക്ക് 2018 മിമിക്രിയിൽ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. തീർച്ചയായിട്ടും ഞാനിവിടെ 2 വരി പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നത് കുറിച്ച സമുദായത്തിൽപ്പെട്ട കുറിച്ച കാരണവന്മാർ അവരുടെ ഗോത്ര ഭാഷ, അവരുടെ ഉത്സവമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആചാരപരമായി ബന്ധപ്പെട്ടിട്ട് അവർ ഗോത്ര ഭാഷയിൽ പാട്ടുകൾ പാടും. ആ പാട്ട് എന്ന് പറയുമ്പോൾ 2-3 ദിവസമൊക്കെ പാടിയാലും തീരില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു അവസരത്തിൽ എനിക്ക് 2 പേര് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല എന്നൂരിനെ കുറിച്ചാണ് ഞാനത് 2 പേര് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഗണപതിയെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. കിളറോടക്ക ഗണപതിക്ക് കിറലോടക്ക ഗണപതിക്ക് ഭൂമിയപ്പാട ചോനെ തമ്പീരാനെ ഭൂമിയപ്പാട ചോനെ തമ്പീരാനെ ഒന്നുണ്ട് കേൾക്കണോ നിങ്ങളോട് ഒന്നുണ്ട് കേൾക്കണോ നിങ്ങളോട് അപ്പ പറയുന്നോ നിങ്ങളോട് അപ്പ പറയുന്നോ നിങ്ങളോട് എന്നൂറ് കേട്ടിട്ടില്ലേ എന്നൂറ് കേട്ടിട്ടില്ലേ വയനാട് വന്നിട്ട് പോണം പോലോ വയനാട് വന്നിട്ട് പോണം പോലോ വൈത്തിരി ഗോത്ര ഗ്രാമം പോലോ വൈത്തിരി 800 ഗ്രാമം പോലോ 100ഓളം പണിക്കാറ് ഉണ്ടോളിയപ്പ 100ഓളം പണിക്കാറ് ഉണ്ടോളിയപ്പ പണിയക്കൂറുമ കുറിച്ചേറുണ്ടു പണിയക്കൂറുമ കുറിച്ചേറുണ്ട് ഒന്നുണ്ട് കേൾക്കണോ നിങ്ങളോട് ഒന്നുണ്ട് കേൾക്കണോ നിങ്ങളോട് നിങ്ങൾക്ക് അങ്ങോട്ട് വന്നോളിയട്ടെ നിങ്ങൾ അങ്ങോട്ട് വന്നോളിയട്ടെ. താങ്ക് യു.